തളിർക്കിളിയിണയുടെ തളിരണി കൂട്ടി നിന്നൊരിക്കലും പിരിയില്ല ഞങ്ങൾ. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി, ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് എന്റെ വീഡിയോ ഓൾറെഡി കാണുന്നവരും ഇൻഷാല്ല കാണാൻ പോകുന്നവരുമായിട്ട് കുറച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമായിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. നമ്മുടെ വിഷയം എന്താണോ അതല്ലാതെ വേറൊരു സംസാരത്തിനായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ ഇന്നെന്തോ എനിക്ക് ആദ്യം അവസാനമായിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി. എന്റെ എല്ലാ സഹോദരി സഹോദരന്മാരോട് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വെറും യൂട്യൂബ് വരുമാനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടല്ല ഞാൻ ഈ വിഷയമായിട്ട് മുന്നോട്ട് പോകുന്നത്. ശരിയാണ്, യൂട്യൂബ് വരുമാനമൊക്കെ വേണം, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതെന്താണ്, നല്ലൊരു വിഷയമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഏതെങ്കിലും ഒരാൾക്ക് നല്ലൊരു ജീവിതം, നല്ലൊരു പാർട്ട്ണറെ കിട്ടുകയാണെങ്കിൽ എനിക്ക് വരുമാനത്തിനേക്കാൾ എന്താണ് വലിയ സന്തോഷം. ഞാൻ ചെയ്യുന്ന വലിയൊരു കാര്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ചാനലിന്റെ വിഷയം എന്താണ്? വിവാഹാലോചനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയല്ലേ? അപ്പൊ നിങ്ങളിൽ ചില ആൾക്കാർ എന്തിനാണ് 30 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ 50 വയസ്സായ സഹോദരി സഹോദരന്മാരെ അവരുടെ ജീവിത പ്രതീക്ഷകളായിട്ട് മുന്നോട്ട് വരുമ്പോൾ പലതും പറഞ്ഞ് അവഗണിക്കേണ്ട ആവശ്യം എന്താണ്? അത് ശരിയാണോ? നിങ്ങളോട് ഞാൻ സ്നേഹപൂർവ്വം ചോദിക്കുകയാണ്, അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു പാർട്ട്ണറെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വിദ്യാഭ്യാസം, സാമ്പത്തിക പശ്ചാത്തലം, അല്ലെങ്കിൽ പ്രായക്കുറവ്, ഇതൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണോ? അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ പാടുള്ളൂ? അങ്ങനെയാണോ നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ കേട്ടതും ഞാൻ പഠിച്ചതും അല്ലെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നിയത് അങ്ങനെയല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചിട്ട് ഇതിൽ മെൻഷൻ ചെയ്തത്. പ്രായമോ വിദ്യാഭ്യാസമോ അതല്ലെങ്കിൽ എന്താ പറയാ ജാതിയോ ഇതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മളെ എല്ലാവരുടെയും വിവാഹ ആലോചന നമ്മൾ പരിഗണിക്കുന്നതാണ്. നമ്മൾക്കില്ലാത്തതൊന്നും നിങ്ങളൊരു വിഷയമാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എല്ലാവരും മുന്നോട്ട് വന്നോട്ടെ. അത് അവരവരുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളും പ്രതീക്ഷകളാണ്. ആർക്കാണ് കൂട്ടു വേണമെന്ന് ആഗ്രഹമില്ലാത്തത്? നമ്മൾ എന്തിനാ നോക്കുന്നത്? അത് അവരൊരുപാട് പ്രതീക്ഷയോടെ അല്ലെങ്കിൽ അവര് അനുഭവിച്ച ഒരുപാട് വേദനകൾക്ക് ഒടുവിലായിരിക്കും ഇത്തരം പ്രതീക്ഷകളും ആഗ്രഹങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മള് അവർക്ക് വേണ്ടി ചെയ്ത ഈ ഒരു പരസ്യം അവര് കാണുന്നുണ്ട്. അതിന്റെ അടിയിൽ ഇത്തരം മോശപ്പെട്ട കമന്റ്സ് എഴുതിയാൽ അവരെ പ്രതീക്ഷകളാണ് നമ്മൾ തകർക്കുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് എത്ര കാര്യങ്ങൾ നമ്മളത് തന്നെയുണ്ട്. നമുക്ക് ഒരുപാട് സമയങ്ങൾ ഇല്ലാത്ത വിഷമാണ്. നിങ്ങൾക്കൊക്കെ ഇതിനൊക്കെ സമയമുണ്ടല്ലേ? ഞാൻ ഇങ്ങനെ ഒരു വിഷയമായിട്ട് മുന്നോട്ട് പോവാൻ ആദ്യത്തെ കാരണം തന്നെ ഇതൊക്കെയാണ്. അതായത് പ്രായമായവർ, അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോട്ടുള്ളവർ, അല്ലെങ്കിൽ തനിക്കൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തി തരുവാൻ നമുക്ക് ചുറ്റും ആൾക്കാരില്ല, സഹായിക്കാൻ ആൾക്കാരില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഞാനിപ്പോ ഒരു പരസ്യം ചെയ്യുന്നു, ആരെങ്കിലും അത് കാണുന്നു, അപ്പൊ അവർക്കിടയിലോ അല്ലെങ്കിൽ അവര് തന്നെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ആലോചനയായിട്ട് മുന്നോട്ട് പോകുന്ന സമയമായിരിക്കും. അപ്പൊ അവര് ഇത് കേട്ടിട്ട് പറയുന്ന കൊള്ളാലോ, നമുക്ക് ആലോചിച്ചാൽ കൊള്ളാന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോ നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു ജീവിതം, നല്ലൊരു ജീവിതം കിട്ടുകയില്ല എന്ന്, അല്ലെങ്കിൽ കിട്ടിക്കൂടാ എന്ന്? പിന്നെന്തെന്ന് വെച്ചാല് എനിക്കിപ്പോ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. മാഷാഅല്ലാഹ്, എനിക്കതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഇന്നൊരു വ്യക്തി എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽസ് തന്നിട്ട് 2-3 ദിവസമായി, നിങ്ങൾ എന്താണ് പരസ്യം ചെയ്യാത്തത്? നിങ്ങൾ എന്താ തമാശയാക്കാണ്? എന്റെ സഹോദരി സഹോദര, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് മുമ്പ് നമുക്ക് ഡീറ്റെയിൽസ് അയച്ച ഒരുപാട് കസ്റ്റമേഴ്സ് പെൻഡിങ്ങിലാണ്. നമ്മൾ ഓരോന്നായിട്ട് ചെയ്തു വരുന്നതാണ്. ഞാൻ നിങ്ങളിൽ ഒരാൾ തന്നെയാണ്. എനിക്ക് പല കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. അതിന്റെ ഇടയിൽ കുറച്ച് സമയങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അത് മാത്രമല്ല, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത്. എഡിറ്റിംഗ് ആയാലും എല്ലാ കാര്യങ്ങളായാലും. അപ്പൊ അതിൻ്റെതായ സമയക്കുറവ്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണം. നിങ്ങളിത് എല്ലാവർക്കും ഞാൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ പല വിഷയങ്ങളായിട്ട് മുന്നോട്ട് വന്ന കസ്റ്റമർ ഉണ്ട്. ഓക്കെ, പുനർവിവാഹത്തിലായിക്കോട്ടെ. എനിക്ക് അതൊക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്താല് ഒരു ദിവസം കൊണ്ടുവന്ന് എനിക്ക് ഒരുപാട് വ്യൂസ് കിട്ടും. പക്ഷെ അതല്ല, നമുക്ക് എന്താണ്, നമ്മൾ സത്യസന്ധമായ റൂട്ടിൽ നമുക്ക് പോവാം. ഓക്കെ, ആദ്യം നമുക്ക് ഡീറ്റെയിൽസ് തന്നവരുത്, നമ്മൾ ആദ്യം ചെയ്തുകൊണ്ട് വരാം. അതല്ലാതെ ഒരാൾ നമ്മൾ നിന്ന് ചെയ്യോ പ്ലീസ് അർജന്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കത് പറ്റൂല. ഓക്കെ, ഈ ഒരു കാര്യം ഞാൻ നേരത്തെ കൂടി പറഞ്ഞതാണ്, എന്നാൽ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്നെ വിളിക്കുന്നത് ഫീമെയിലും മെയിലും, അതായത് സഹോദരി സഹോദരന്മാരാണെങ്കിൽ, അതിൽ സഹോദരികളാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളുടെ കോൾ എടുക്കും. നമുക്ക് ഡീറ്റെയിൽസ് നേരിട്ട്, എനിക്ക് എളുപ്പം അതാണ്, സംസാരിക്കുന്നതാണ്. അതല്ല പുരുഷന്മാരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ, അതായത് നിങ്ങളിപ്പോ ഹലോ ഹായ് എന്ന് സലാമൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അയക്കുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ ചോദിക്കുന്നത്, നിങ്ങളെ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, നിലവിലുള്ള ജോലി. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യണം, വോയിസ് ആയിട്ട് എനിക്ക് അയച്ചു തന്നാൽ ഞാൻ തീർച്ചയായും അത് പരസ്യം ചെയ്യുന്നതാണ്. അല്ലാണ്ട് നിങ്ങൾ കോള് വിളിച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ എടുക്കുന്നതല്ല. നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോ അല്ലെങ്കിൽ സഹോദരനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചോളൂ, തീർച്ചയായും ഞാൻ എടുക്കും. ഓക്കെ, നമ്മുടെ പരസ്യം കണ്ടിട്ട് നിങ്ങൾ നമ്മളോട് ചോദിക്കുന്നു, നിങ്ങൾ ഇന്നിട്ട വീഡിയോ ഇല്ലേ, ആ ആലോചനയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട്, അവരുടെ കോണ്ടാക്ട്സ് തരുമോ?
നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവരുടെ കോണ്ടാക്ട്സ് എടുത്തു തരാൻ പറ്റില്ല. അത് ശരിയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്ന പരസ്യം നിങ്ങൾക്ക് ആലോചനയായിട്ട് മുന്നോട്ട് പോവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, അവരുടെ കോണ്ടാക്ട്സിന് മുമ്പ് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വോയിസ് എനിക്ക് അയച്ചു തരണം. എന്താണ് അത്? സഹോദരി ആയാലും സഹോദരനായാലും, എന്റെ പ്രായം ഇതാണ്, എന്റെ നിലവിലുള്ള ജോലി ഇതാണ്, അത് പുനർവിവാഹമാണെങ്കിൽ അതൊക്കെ, അതെന്താണ് കാരണം, എല്ലാം കൂടിയിട്ടുള്ള വോയിസ് അയച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ആവശ്യപ്പെട്ട ആ ഒരു വീഡിയോ ഉണ്ടാവുമല്ലോ, ആലോചന, ആ കസ്റ്റമർക്ക് എന്താക്കും? ഈ വോയിസ് നമ്മൾ അയച്ചു കൊടുക്കും. അവർക്കത് കേട്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് സമ്മതം പറയണം, നിങ്ങൾ ആ നമ്പർ കൊടുത്തോന്ന്, എങ്കിൽ മാത്രമേ തരൂ. അല്ലാതെ മറ്റേ മാട്രിമോണി പോലെ നിങ്ങൾ നമ്പർ ചോദിക്കുന്നു, പേയ്മെന്റ് ചെയ്യുന്ന അപ്പാട് നമ്മൾ എന്താ പറയാ നമ്പർ തന്നാൽ അത് ശരിയല്ല. കാരണം ഇതില് എന്താ പറയാ സ്ത്രീകളും കൂടി ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മിസ്യൂസ് ചെയ്യാനുള്ളതല്ലാതെ നമ്പർ, അത് നമ്മളോടുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മുടെ ചാനൽ എന്താക്കണം, എന്നും മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഓക്കെ, അല്ലാതെ ഈ ആലോചനയായിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നമുക്കിപ്പോ ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലേ ഏകദേശം മനസ്സിലാവും അവർ പറയുന്നത് ഫേക്ക് ആണോ, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എങ്കിൽ പോലും അതെന്താണ് 50% മാത്രമാണ്. ബാക്കി 50% അവിടെ എടുക്കാണ്. അത് സത്യമാണോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ അറിയാം? അതെ, നമ്മളെ ശരിയായ അന്വേഷണത്തിലും ശരിയായ അന്വേഷണ രീതിയിലാണ് നമ്മൾക്ക് അറിയാൻ പറ്റുക. അപ്പോൾ എനിക്ക് ഒരുപാട് കോള് വരുന്നുണ്ട്, ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അത് സഹോദരൻ ആരായിക്കോട്ടെ. പക്ഷെ എനിക്ക് സംസാരിക്കുന്നതിൽ അത് എന്തെങ്കിലും പന്തികേട് തോന്നിയാൽ ഞാൻ അവരെ പരസ്യം ചെയ്യാറില്ല. എനിക്ക് ഓക്കെ എന്ന് തോന്നിയവരത് മാത്രമാണ് ഞാൻ പരസ്യം ചെയ്യാറുള്ളത്. പിന്നെ എനിക്ക് തമാശക്കായിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, നിങ്ങൾ മാരീഡ് ആണോ? ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഇത് നല്ലൊരു വിഷയമായിട്ട് നല്ലൊരു ലക്ഷ്യത്തോടു കൂടി പോകുന്ന ഒരു ചാനലാണ്. നിങ്ങൾ വെറുതെ തമാശ കളിയായിട്ട് എനിക്ക് മെസ്സേജോ അല്ലെങ്കിൽ കോളോ ചെയ്താൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെ ഒരു വിഷയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ മുന്നിൽ എന്തൊക്കെ വരുമെന്ന് ആലോചിച്ച് തന്നെയാണ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. നിങ്ങൾ ഇനി എത്ര ഫേക്ക് അക്കൗണ്ടെന്നോ അല്ലെങ്കിൽ എത്ര ഫേക്കായി നമ്പറിൽ നിന്ന് വിളിച്ചാലും ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഈ സെക്കൻഡിൽ നിങ്ങൾ ഒരാളോട് സംസാരിച്ചത് ഏത് നമ്പറിൽ നിന്നാണ്, അല്ലെങ്കിൽ അത് ആര് വ്യക്തി എന്ന് കണ്ടുപിടിക്കാൻ കുറെ സമയമൊന്നും വേണ്ട. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. നിങ്ങളോട് സ്നേഹപൂർവ്വം ഞാൻ പറഞ്ഞു തരികയാണ്, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ അനാവശ്യമായിട്ട് ഒരു മെസ്സേജോ കോളോ എനിക്ക് ചെയ്താൽ, നമുക്കെല്ലാ നിയമവിഷയം അറിയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റിന്റെ സിസ്റ്ററും കൂടിയാണ്. ഓക്കെ, വെറുതെ എന്തിനാണ് നമ്മൾ അനാവശ്യ പ്രശ്നങ്ങൾക്ക് വെറുതെ എന്തിനാണ് ചാടിക്കൊടുക്കുന്നത്? നിങ്ങളുടെ തമാശ ടൈം പാസ് ഒക്കെ നിങ്ങൾ വേറെ ഏതെങ്കിലും വഴിക്കായിട്ട് പോയിക്കോളൂ. ഇതെന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഒരാലോചനയായിട്ട് പല ആൾക്കാരും നമുക്ക് മുമ്പിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളോ കേൾക്കേണ്ടിയോ വന്നിട്ടില്ല. അപ്പോ ഇനി അങ്ങോട്ട് കേൾക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഇപ്പോ നിങ്ങൾ ഒരു എൻക്വയറി ആയിട്ട് വരുമ്പോൾ കസ്റ്റമറുടെ അനുവാദത്തോടെ നിങ്ങൾക്ക് കോൺടാക്ട്സ് കൈമാറിയാൽ നിങ്ങൾ ദയവ് ചെയ്ത് 6 മണിക്ക് ശേഷം അവരെ കോൺടാക്ട് ചെയ്യാൻ പാടില്ല. മെസ്സേജ് ആയിക്കോട്ടെ, കോളിലായിക്കോട്ടെ. ഓക്കെ, അതെന്നെ ആയാൽ പോലും. ഓക്കെ, പിന്നെ നിങ്ങളെ സംസാരത്തിനിടയിൽ ആലോചനയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ആലോചനയ്ക്ക് താല്പര്യമില്ലെങ്കിൽ അത് അവിടേക്ക് വിട്ടേക്കാം. അത് ആലോചനയായിട്ട് പിന്നെയും നിങ്ങളെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നായിട്ട് ഫോഴ്സ് ചെയ്യാനൊന്നും നിൽക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ചെയ്താൽ എന്താണ്? ഓക്കെ, ലീഗലി നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ്, അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മളെ ചാനലിനെ വിജയിപ്പിക്കണം. അത് മാത്രമല്ല, നമ്മൾ കാരണം ആർക്കെങ്കിലും ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും ലക്കായ കാര്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരാൾക്ക് നല്ലൊരു ജീവിതം കിട്ടുക, അല്ലെ, വിവാഹ ജീവിതം കിട്ടുക, നല്ലൊരു പാർട്ട്ണറെ കിട്ടുക എന്ന് തന്നെയാണ്. അത് ഇനി എന്താ പറയാ സെക്കൻഡ് മാരേജ് ആണ്, അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയില്ല, നമ്മൾ തളർന്ന്, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ കാരണം ആർക്കെങ്കിലും നല്ലൊരു പാർട്ട്ണർ, നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ അതിനേക്കാളും വലിയൊരു കാര്യം എന്താണ്? ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താണ് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഈ ജീവിതമായിട്ട് മുന്നോട്ട് വരുന്നവരുടെ എല്ലാ പരസ്യങ്ങളും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും.